ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 26-ാം തീയതിയിലുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്നാമത്തെ ചോദ്യം, സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദവുമായ തീവണ്ടി യാത്രാ സൗകര്യം ഒരുക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസ് ഏതാണ്? ഏതാണ് ഉത്തരം? അമൃത് ഭാരത് എക്സ്പ്രസ് ആണ്. സാധാരണക്കാർക്ക് വളരെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാനായിട്ട് ഇന്ത്യൻ റെയിൽവേ തയ്യാറാക്കിയെടുത്തുള്ള ഒരു പദ്ധതിയാണ് അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരം. ഉത്തരം പെൻഡ്രൈവ് ആണ്. ചോദ്യത്തിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരമാണ് പെൻഡ്രൈവ്. അടുത്ത ചോദ്യം, ഇന്ത്യ യുറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഇന്ത്യ യുറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാൻ ആരാണ്? ഡോക്ടർ AV അനൂപാണ്. അദ്ദേഹം AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD കൂടിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ പേര് ഡോക്ടർ വിഭ. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷന്റെ ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി വിറ്റ ഡാനിയാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച TA ജാഫർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? TA ജാഫർ ഏത് കായിക ഇനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? ഫുട്ബോൾ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദിയായത് എവിടെയാണ്? ഉത്തരം ചെന്നൈ. എട്ടാമത്തെ ചോദ്യം, പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷയ ജ്യോതി പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? അപ്പൊ ഓർക്കുക, ആ ഒരു ക്ഷയരോഗ വിമുക്തരാക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അക്ഷയ ജ്യോതി. അത് ആരംഭിച്ച ജില്ല പാലക്കാടാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കും വീഡിയോസിനുമായി ദൃഷ്ടി ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൂട്ടഡ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ LDCക്ക് വേണ്ടിയിട്ട് തീവ്ര പരിശീലനത്തിനായിട്ട് നമ്മൾ ഫ്രീ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഡിസംബർ 31-ന് മുന്നേ അപേക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ഈ ഒരു കോഴ്സ് പൂർണ്ണമായും സൗജന്യമായി കൊടുക്കുന്നത്. താങ്ക് യു.